വധശിക്ഷ വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിന് ഇനി നിർണായക നീക്കങ്ങൾ. കൊല്ലപ്പെട്ട യമൻ യുവാവിന്റെ കുടുംബത്തെ കാണാൻ നിമിഷപ്രിയയുടെ അമ്മ ശ്രമം തുടങ്ങി. യമൻ അഭിഭാഷകൻ മുഖാന്തരമാണ് കുടുംബവുമായി ചർച്ച നടത്തുക. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവേൽ എന്നിവർ യമനിൽ തുടരുകയാണ്. കുടുംബം സമ്മതിച്ചാൽ ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും. അഭിഭാഷകനെ നിയോഗിക്കുന്നതടക്കമുള്ള ചെലവുകൾക്കായി 50 ലക്ഷം രൂപ സമാഹരിക്കാൻ ഞായറാഴ്ച ചേർന്ന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കാതെ ആക്ഷൻ കൗൺസിൽ തന്നെ ഈ തുക കണ്ടെത്തും. ഇതിന് പലരുമായും ചർച്ച നടത്തും. മോചനത്തിനായി ഗ്യാരണ്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് സാമ്പത്തികമായും ഉന്നത തലങ്ങളിലുള്ളവരുമായും സംസാരിച്ചിട്ടുണ്ട്. മറ്റു ചില നിർണായക തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. മോചന ശ്രമത്തിന്റെ ഭാഗമായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെ ജനങ്ങളോടും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോടും മാപ്പ് അപേക്ഷിക്കുന്ന വീഡിയോ ചിത്രീകരിച്ച് അവിടുത്തെ മാധ്യമങ്ങൾക്ക് കൈമാറാനും തീരുമാനിച്ചു. യമനിൽ തുടങ്ങിയ ക്ലിനിക്കുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹ്ദിയെ 2017 കൊലപ്പെടുത്തിയെന്നതാണ് നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമനിലെ ജയിലിൽ കഴിയുന്ന മകൾ നിമിഷപ്രിയയെ കാണാൻ സാധിച്ചതിന്റെ ആശ്വാസവും സന്തോഷവും പങ്കുവച്ച് അമ്മ പ്രേമകുമാരി പ്രതികരണം നടത്തിയിരുന്നു. 11 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രേമകുമാരി ദിവസങ്ങൾക്ക് മുമ്പ് മകളെ കാണുന്നത്. കാണാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്നും മകളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുവെന്നും പ്രേമകുമാരി പറഞ്ഞു. എല്ലാം ശരിയാകുമെന്നും സന്തോഷത്തോടെ ഇരിക്കാനും നിമിഷപ്രിയ പറഞ്ഞുവെന്ന് അമ്മ പറഞ്ഞു. മകളെ കാണാൻ എല്ലാ സൗകര്യവും ഒരുക്കി തന്ന ജയിൽ അധികൃതർക്ക് പ്രേമകുമാരി നന്ദിയും അറിയിച്ചു. 12 വർഷത്തിനു ശേഷം വികാരനിർഭരമായ കൂടിക്കാഴ്ചയാണ് യമനിലെ സനയിലെ ജയിലിൽ നടന്നത്. നിമിഷയുടെ അമ്മ പ്രേമകുമാരിയും ഒപ്പമുള്ള സാമുവൽ ജെറാമും ഇന്ത്യൻ എംബസി അധികൃതരും ജയിലിലെത്തിയിരുന്നു. നിമിഷയെ കാണാൻ അമ്മയ്ക്ക് മാത്രമാണ് അനുവാദം കിട്ടിയത്. ജയിലിൽ ഫോൺ അനുവദിച്ചിരുന്നില്ല. പ്രത്യേക മുറിയിലാണ് അമ്മയ്ക്ക് നിമിഷപ്രിയയെ കാണാൻ ജയിൽ അധികൃതർ സൗകര്യമൊരുക്കിയത്. 1 മണിക്കൂറിലധികം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ജയിൽ അധികൃതർ അനുമതി നൽകിയിരുന്നു. അന്ന് നിമിഷയ്ക്കൊപ്പമാണ് പ്രേമകുമാരിയെ ഉച്ചഭക്ഷണം കഴിച്ചത്. അന്ന് തന്നെ മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കിയിരുന്നു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവും ഗോത്രവർഗ നേതാക്കളും എടുക്കുന്ന തീരുമാനമാണ് ഇനി നിർണായകം. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ 2014 നിമിഷപ്രിയ തലാലിന്റെ സഹായം തേടിയത്. പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം തലാൽ വിവാഹം കഴിക്കുകയായിരുന്നുവെന്ന് നിമിഷപ്രിയ പറയുന്നു. ഒരു നിമിഷ നേരത്തെ ചിന്ത കൊണ്ട് മാറിമറിഞ്ഞു പോയതാണ് നിമിഷപ്രിയയുടെ ജീവിതം. എല്ലാ പ്രവാസികളെയും പോലെ കഠിനാധ്വാനം കൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷയും യമനിലേക്ക് വിമാനം കയറിയത്. കൊടും ക്രൂരത സഹിക്കവയ്യാതെ ചെയ്ത കടും കൈ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു.